ജീവനക്കാർ ഒക്ടോബർ 2 മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുന്നതിന് ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കാനും തീരുമാനിച്ചു. അർദ്ധരാത്രി മുതൽ കെഎസ്ആർടിസി ജീവനക്കാർ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്കാണ് താൽക്കാലികമായി പിൻവലിച്ചത്. തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രനും തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിച്ചു. ഗവൺമെന്റ് അനുഭാവപൂർവ്വം ഇടപെട്ട് വീണ്ടും 17-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ അഭ്യർത്ഥനയെ കൂടി മാനിച്ചുകൊണ്ട് ഞങ്ങൾ 2-ാം തീയതി അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് മാറ്റിവെക്കാൻ സംയുക്ത സമരസമിതി യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഡ്യൂട്ടി പരിഷ്കരണം ജീവനക്കാർ തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും അപാകതകൾ പരിഹരിക്കാൻ ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒക്ടോബർ 17-ന് വീണ്ടും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം എന്നതും ഡ്യൂട്ടി പരിഷ്കരണം എന്നതും തൊഴിലാളി സംഘടനകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിനോട് അവർക്ക് പൊതുവെ യോജിപ്പാണ്. എന്നാൽ അവരുടെ വിയോജിപ്പ് അത് നടപ്പിലാക്കിയതിൽ അശാസ്ത്രതയുണ്ടെന്നാണ്. അത് സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ച് ആ പരിശോധന 15 ദിവസത്തിനകം പൂർത്തിയാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ജ്യോതിലാലിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. ഒക്ടോബർ മാസം 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനും തീരുമാനിക്കുകയുണ്ടായി. മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്നും പിരിച്ചുവിട്ട 144 ജീവനക്കാരെ തിരിച്ചെടുത്ത് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ സംരക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിധി നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ നിറവേറ്റുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എതിർപ്പുകാർ സാമൂഹ്യ പിന്തുണയില്ലെന്ന് കാണുമ്പോൾ പിന്മാറും. ക്ഷേത്രത്തിൽ രക്തമൊഴുക്കാൻ അനുവദിക്കില്ലെന്ന ശ്രീധരൻപിള്ളയുടെ പരാമർശം കാര്യങ്ങൾ മനസ്സിലാക്കാതെയെന്നും കടകംപള്ളി പറഞ്ഞു. കൈരളി പീപ്പിൾ ടിവിയിലെ അന്യോന്യം പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. വിധി നടപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. എന്നാൽ സർക്കാരിന്റെ മുൻകൈയിലാണ് ശബരിമലയിൽ ബോർഡിന്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. ശബരിമല വിധി നടപ്പാക്കുന്നതിലും അതുതന്നെയായിരിക്കും രീതിയെന്ന് കൈരളി പീപ്പിളിലെ അന്യോന്യം പങ്ക്തിയിൽ കടകംപള്ളി അറിയിച്ചു. സുപ്രീംകോടതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നിയമവാഴ്ച സംരക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ശബരിമലയുടെ കാര്യങ്ങൾ നടത്തുന്നതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ മെഷീനറിയും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ ശബരിമലയിലെത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകുമെന്ന സർക്കാർ നിലപാട് വെല്ലുവിളിയെന്ന ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രതികരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ക്ഷേത്രത്തിൽ രക്തമൊഴുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ പരാമർശവും അസ്ഥാനത്താണ്. ശ്രീധരൻപിള്ള പറഞ്ഞതിൽ അമ്പലത്തിൽ ചോരയൊഴുക്കാൻ അനുവദിക്കില്ല എന്നൊരു പരാമർശവും കൂടി ഉണ്ട്. അങ്ങനെയൊക്കെ ഒഴുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ക്ഷേത്ര പരിസരം വളരെ പാവനമായിരിക്കണമെന്ന് കരുതുന്നതായിട്ടുള്ളൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അത് നിറവേറ്റും. സമവായത്തോടെ വിധി നടപ്പാക്കണമെന്നു തന്നെയാണ് ആഗ്രഹം. സുപ്രീംകോടതി വിധിയിൽ എതിർപ്പുള്ളവർക്ക് അത് പറയാം. പക്ഷേ വിധി നടപ്പാക്കുന്നതിനെ ആരും എതിർക്കുമെന്ന് കരുതുന്നില്ല. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെ ഇപ്പോഴും എതിർക്കുന്നവർ സാമൂഹിക പിന്തുണയില്ലെന്ന് കാണുമ്പോൾ സ്വയം പിന്മാറും. കോടതി വിധിയെ നിയമപരമായി എതിർക്കുമെന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അവർ കോടതിയിൽ പോയാൽ ശബരിമലയിലെ യുവതികൾക്ക് പ്രവേശനം നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് തന്നെ സർക്കാർ കോടതിയിൽ തുടർന്നും കൈക്കൊള്ളുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൈരളി പീപ്പിൾ ടിവിയിലെ അന്യോന്യം പരിപാടിയിൽ പ്രതികരിച്ചു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ത്രീകൾ ശബരിമലയിൽ എത്തുമെന്ന് കരുതുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. പുനഃപരിശോധനാ ഹർജി ബുധനാഴ്ച നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞു. ശബരിമലയിലെ സ്ത്രീപ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത മണ്ഡലമകരവിളക്ക് കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ബോർഡ് ചെയ്യണമെന്നും
സർക്കാരിൽ നിന്നും എന്ത് സഹായങ്ങൾ ലഭിക്കുമെന്നതും ചർച്ചാ വിഷയമായി. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിലയ്ക്കലിൽ 100 ഏക്കർ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉയർത്തി. ഇതിന് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തുമെന്ന് കരുതുന്നില്ലെന്നും പത്മകുമാർ പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അമിതമായി സ്ത്രീകൾ വന്നുകളയും എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. ശബരിമലയെ സംബന്ധിച്ചുള്ള ധാരണ, ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങൾ ഇതൊക്കെ കണ്ട് ഉള്ള രീതി തന്നെയായിരിക്കും നമ്മുടെ ഭക്തജനങ്ങൾ തുടരുന്നത് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തന്റെ വീട്ടിലെ സ്ത്രീകൾ ശബരിമലയിൽ പോകുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ വിശ്വാസത്തിൽ താൻ ഇടപെടുന്നില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വളർത്താനല്ല, ക്ഷേത്ര സംരക്ഷണത്തിനും ആചാരപരിപാലനത്തിനുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാമെന്നും അതോടൊപ്പം ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, ഇന്നിപ്പോൾ അമ്പലത്തിനകത്ത് വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം നടപ്പിലാക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ധാരണ വേണ്ട. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യം അടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിധിയിൽ ഭക്തജനങ്ങൾക്കുള്ള ആശങ്ക സർക്കാർ പരിഹരിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് സമവായത്തിലൂടെ വേണമെന്നും പണ്ഡിതരുടെയും കൊട്ടാരം പ്രതിനിധികളുടെയും യോഗം സർക്കാർ വിളിക്കണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. പുരോഗമന പ്രസ്ഥാനമെന്ന നിലയിൽ RSSന്റെ നിലപാട് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. ശബരിമല വിവാദം ധാരാളം ഭക്തജനങ്ങളുടെ മനസ്സിൽ വേദനയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം സർക്കാർ പരിഗണിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സമവായത്തിന് അന്തരീക്ഷം ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. അതിൽ പന്തളം രാജകുടുംബത്തിൻ്റെയും അതുപോലെ തന്ത്രിമാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും താന്ത്രിക വിദഗ്ധന്മാരുടെയും എല്ലാം അഭിപ്രായം കണക്കിലെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. 2003 ബ്രൂവേറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മറുപടി പറയട്ടെ എന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ നിലവിൽ നിയമപരമായി ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല. കിൻഫ്രയിലെ ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പുമായി ആശയക്കുഴപ്പമില്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ക്ലിയറൻസും ഉണ്ടെങ്കിലേ സർക്കാർ ലൈസൻസ് നൽകുന്നുവെന്ന പ്രതിപക്ഷത്തിന്റേത് അനാവശ്യ വിവാദമാണെന്നും മന്ത്രി പ്രതികരിച്ചു. 2003 ഒരു ബ്രൂവറിക്ക് ലൈസൻസ് നൽകിയതായി രേഖയിൽ കാണുന്നുണ്ട്. അത് ആരോപണമൊക്കെ അദ്ദേഹമാണല്ലോ ഉന്നയിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. ഞാനതിൻ്റെ ഒരു വിവാദത്തിലേക്കും കിടക്കുന്നില്ല. ഗവൺമെൻറ് ശരിയായ നിലപാടാണ്, നിയമപരമായി ശരിയായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ. വ്യവസായ വകുപ്പായിട്ട് യാതൊരു ആശയക്കുഴപ്പമില്ല എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വ്യവസായ വകുപ്പായിട്ട് യോജിപ്പാണുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിൻഫ്രയുടെ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളമായിരിക്കും. ഒരു ബ്രൂവറി ഗ്രൂപ്പുകാർ കിൻഫ്രയോട് സ്ഥലത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ സ്ഥലം അനുവദിക്കാം എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അവരാണ് തീരുമാനിക്കുക ഈ സ്ഥലം കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ് പ്രിൻസിപ്പിൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. അത് വേണോ വേണ്ടോ എന്നൊക്കെ കിൻഫ്രയ്ക്ക് തീരുമാനിക്കാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇതിൻ്റെ അവസാന തീരുമാനമെടുക്കാനുള്ള അധികാരം. അപ്പോൾ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എല്ലാ ക്ലിയറൻസും ഉണ്ടെങ്കിലേ ഇവർക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിയുള്ളൂ. അത്തരം ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് നമുക്ക് അറിയുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിലെ വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. രാജ്യത്തെ ഇന്ധനവില കുതിക്കുന്നു. മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 91 രൂപയായി ഡീസൽ 80 രൂപയിലും എത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ധനവില നിൽക്കുന്നത് ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. പെട്രോളിന് 10 പൈസയും ഡീസലിന് 17 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയുടെ ചാഞ്ചാട്ടമാണ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതെന്ന ന്യായീകരണത്തിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ജനജീവിതത്തെ ദുസ്സഹമാക്കി ഇന്ധനവില ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമാകുന്നു. പെട്രോളിന് 10 പൈസയും ഡീസലിന് 17 പൈസയും വർദ്ധിച്ചതോടെ മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 90 രൂപ 84 പൈസയിലെത്തി. ഇതോടെ ഉപഭോക്താവ് 91 രൂപ നൽകേണ്ട അവസ്ഥയിലാണ്. ഡീസൽ വിലയാകട്ടെ 79 രൂപ 40 പൈസയിലുമെത്തി.
സംസ്ഥാന വാറ്റ് താരതമ്യേന കുറഞ്ഞ ദില്ലിയിൽ പെട്രോൾ ലിറ്ററിന് 83 രൂപ 49 പൈസയും ഡീസൽ 74 രൂപ 79 പൈസയുമാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി 19 രൂപ 49 പൈസയിൽ തന്നെ തുടരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പകരം ബദൽ മാർഗങ്ങൾ തേടുമെന്ന് ആവർത്തിക്കുന്നു. വിലവർദ്ധനവിന്റെ സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി അടിസ്ഥാന നിരക്ക് കൂട്ടണമെന്ന് ഈ രംഗത്തെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി പള്ളുരുത്തി പോലീസ് ചെന്നൈയിൽ അറസ്റ്റ് ചെയ്ത കൊള്ളപ്പലിശക്കാരൻ മഹാരാജ മഹാദേവനെ കൊച്ചിയിലെത്തിച്ചു. കേരളത്തിൽ ഇയാൾ 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ജൂലൈയിൽ ഇയാളെ പിടികൂടിയെങ്കിലും ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ച മഹാരാജയെ മോചിപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ചെന്നൈയിലെത്തിയ പള്ളുരുത്തി പോലീസ് അതിസാഹസികമായാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഒക്ടോബർ 2-ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതിന് പ്രകാരം എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒക്ടോബർ 7-8 തീയതികളിൽ ന്യൂനമർദ്ദം ശക്തിപ്പെടാനും തുടർന്ന് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഒക്ടോബർ 6 മുതൽ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.